വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നേരിടേണ്ടി വരുന്ന നടനാണ് ഉണ്ണി മുകുന്ദൻ. കരിയറിലെ സാരമായി ഇത് ബാധിച്ചിട്ടുമുണ്ട്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം താരപദവിയിലേക്ക് വന്നതായിരുന്നു ഉണ്ണി മുകുന്ദൻ. വലിയ പ്രോജക്റ്റുകൾ ഉണ്ണി നായകനാകുമെന്ന റിപ്പോർട്ടുകളും വന്നു. എന്നാൽ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടെ മറ്റൊരു സിനിമയും വിജയം നേടിയില്ല. എന്താണ് ഉണ്ണിയുടെ കരിയറിൽ സംഭവിച്ചെന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴിതാ നടൻ പ്രീ ശ്രീകുമാർ ഉണ്ണി മുകുന്ദനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. തന്റെ തിരക്കഥ കൊടുത്തയക്കണമെന്ന് ഉണ്ണിമുകുന്ദൻ ആവശ്യപ്പെട്ടെന്നും ഇത് അനാദരവാണെന്നും പി ശ്രീകുമാർ പറയുന്നു. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ഉണ്ണിമുകുന്ദൻ തിരക്കഥ കൊടുത്തയക്കണം എന്ന് ആവശ്യപ്പെട്ടതിൽ ദുഃഖമുണ്ടാകില്ല. അനാദരവായി തോന്നി. എന്നേക്കാൾ എത്രയോ വർഷത്തിന് ശേഷം സിനിമയിലേക്ക് വന്ന ആളാണ് ഞാൻ. 1966 വന്നു. അയാളിനപ്പോൾ വന്നു. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചവരാണ്. ചേട്ടാ എന്ന് വിളിച്ച് വളരെ കാര്യമായിരുന്നു. വിജയരാഘവൻ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് അയാൾ എന്നെ കോൺടാക്റ്റ് ചെയ്തത്. എപ്പോൾ വന്നാലും തിരക്കഥ വായിച്ച് കേൾപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വന്നപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഭയങ്കര തിരക്കിലാ, എനിക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല, ഞാനൊരാളെ അങ്ങോട്ട് വിടാം, സ്ക്രിപ്റ്റ് കൊടുത്തയക്കണമെന്ന്. മാളികപ്പുറം ഹിറ്റായ സമയമാണ്. ആരെങ്കിലും വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് സ്ക്രിപ്റ്റ്. ആ മര്യാദ അയാൾക്ക് തോന്നിയില്ല. എനിക്കതിൽ ദുഃഖമില്ല, അയാളോട് ഒരു വിരോധവുമില്ല. പക്ഷേ അങ്ങനെയൊന്നും ആകരുത്. അതാണ് ഇന്നത്തെ തലമുറയിൽ കാണുന്ന പ്രശ്നം. പണ്ടൊക്കെ സീനിയേഴ്സിനോട് ബഹുമാനം ഉണ്ടായിരുന്നുവെന്നും പ്രീ ശ്രീകുമാർ പറഞ്ഞു. നേരത്തെ നടൻ മമ്മൂട്ടിയും പ്രീ ശ്രീകുമാർ വിമർശിച്ചിരുന്നു. പൊതുവെ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളോട് ഉണ്ണിമുകുന്ദൻ പ്രതികരിക്കാറില്ല. ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് മാനേജർ വിപിൻ കുമാർ പരാതി നൽകിയ കഴിഞ്ഞ വർഷം വലിയ വാർത്തയായിരുന്നു. ടൊവിനോ തോമസ് നായകനായ പുതിയ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ട ഉണ്ണിമുകുന്ദനെ പ്രകോപിപ്പിച്ചത് പരാതിക്കാരൻ പറയുന്നു. എന്നാൽ ആരോപണം ഉണ്ണിമുകുന്ദൻ നിഷേധിക്കുകയും ചെയ്തു. ഉണ്ണിമുകുന്ദൻ പ്രഖ്യാപിച്ച പ്രോജക്റ്റുകൾ വൈകുന്നത് നേരത്തെ വാർത്തയായതാണ്. ഗന്ധർവ ജൂനിയർ എന്നൊരു സിനിമ നേരത്തെ ഉണ്ണിയെ വെച്ച് അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. സിനിമയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെങ്കിലും പിന്നീട് വിവരമൊന്നുമില്ല. ഉണ്ണിമുകുന്ദനെ നായകനാക്കി വൈശാഖ് ഉദയകൃഷ്ണ ചെയ്യാനിരുന്ന വമ്പൻ പ്രോജക്റ്റായിരുന്നു ബ്ലൂശ്രീ. മാർക്കോയ്ക്ക് ശേഷം ബ്ലൂശ്രീയുടെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടുമില്ല.